തന്നെ ആമുഖം എന്ന രീതിയിൽ പ്രദീപ് സാറും ശ്രീധരൻ സാറും ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സമയം അയച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് ഉദ്ഘാടനം മുഖ്യ പ്രഭാഷണവും ആ സ്വാമിജി ഏത് സമയത്താണ് എത്തുന്നത് ആ സമയത്ത് നടത്തുകയും ചെയ്യണം. ധാരാളം പരിപാടികൾ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ചെയർപേഴ്സണായിട്ടുള്ള പ്രീത കെ നേതൃത്വത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനോട് കൊണ്ടൊന്നും പറയുന്നില്ല. എങ്കിലും നമ്മുടെ പാനൂർ സ്കൂളിലെ SSC കൂട്ടായ്മയുടെ 2ാം സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം 18ഓളം ക്ലാസ്സുകളിലായിട്ട് 750ഓളം വിദ്യാർത്ഥികളുണ്ടെങ്കിലും 400 ആളെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ 300 വിദ്യാർത്ഥികൾ മാത്രമാണ് പരസ്പരം പരിചയപ്പെടുകയും സംഗമിക്കുകയും ചെയ്തത്. 1ാം സംഗമത്തിൽ ധാരാളം ആളുകൾ പങ്കെടുത്തെങ്കിലും 2ാം സംഗമം അവർക്ക് വീണ്ടും കുറഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും സജീവമായി നിന്നുകൊണ്ട് ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണം എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ അനുഭവങ്ങൾ LP-യിലെയും UP-യിലെയും ഹൈസ്കൂളിലെയും നമ്മളെപ്പോഴും പറയാറുണ്ട്, പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും ആ കൂട്ടായ്മകൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്നവയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കൂട്ടായ്മകൾ സന്തോഷം നൽകുന്നില്ല എന്നല്ല, പക്ഷെ ഒരുപാട് ആത്മബന്ധമാണ്, അല്ലാത്ത സന്തോഷം ഉളവാക്കുന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ. അപ്പം അതുകൊണ്ട് ഈ കൂട്ടായ്മ നമുക്ക് എന്നും ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. 1ാം സംഗമത്തിന് ശേഷം നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ വിവിധ പരിപാടികൾക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. പാട്ട് മത്സരമായിട്ടും റീൽസ് മത്സരമായിട്ടും ക്ലാസ് ഗ്രൂപ്പിന്റെ സംഘവുമായിട്ടും ക്ലാസ് ഗ്രൂപ്പിന്റെ യാത്രകളായിട്ടും അതേപോലെ നിരവധി മത്സരങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഭിപ്രായ സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ അതാണ് കൂടിച്ചേർന്ന് കാണുന്നുണ്ട്. അതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രാധാന്യം തന്നെ. നമ്മൾ 10ാം ക്ലാസ് വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെയുള്ള അനുഭവം വെച്ചാൽ ക്ലാസ് മുറിയിലെ ആളുകളെ പോലും പരിചയമുണ്ടായിട്ടില്ല. വേണുഗോപാലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് എൻ്റെ ക്ലാസ്സിലെ. പക്ഷെ അദ്ദേഹത്തെ എവിടെ കണ്ടാലും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. കല്യാണ വീട്ടിലോ അമ്പലപ്പുറമിലോ ടൗണിലോ എവിടെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളായിരുന്നു. പക്ഷേ ഈ 36 വർഷത്തെ കണ്ടുമുട്ടിയപ്പോൾ വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത. ക്ലാസ് മുറിയിലെ കൂട്ടുകാരെ കിട്ടി അവൾ 100 കണക്കിന് ആളുകളെ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയുള്ള ആരെയും കഴിഞ്ഞാലും KC മത്സരിക്കഴിഞ്ഞാലും രാജേഷ് ത്രിപുരയ്ക്കഴിഞ്ഞാലും രാജേഷിനേക്കഴിഞ്ഞാലും യാതൊരു പരിചയമില്ലാത്ത സ്കൂളിനെ പറ്റത്തോ മറ്റ് വ്യത്യസ്തമായ എവിടെയെങ്കിലും ഒരു പരിചയമില്ലാത്ത ആളുകളെയാണ്. പക്ഷേ ഈ കൂട്ടായ്മയിലൂടെ 100 കണക്കിന് സഹപാഠികളെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ എല്ലാവർക്കും പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ മെറിറ്റ്, ഏറ്റവും നേട്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ വീട് കഴിഞ്ഞാൽ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മളെ വീട് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ, സാന്ത്വനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ കുറെ ആളുകളുണ്ട് എന്നുള്ള തോന്നൽ എങ്കിലും ഉണ്ടാവും. എല്ലാവർക്കും സഹായിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഗുരുതരമായ പ്രശ്നം വരുമ്പോൾ തീർച്ചയായും നമ്മളെ സഹായിച്ചിട്ടുണ്ട്, നമ്മൾ സഹായിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം എല്ലാ ആളുകൾ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമെന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കൂടെ പഠിച്ചു 40-40ഓളം ആളുകൾ ഇല്ലാതായി കഴിഞ്ഞു. അതങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹബന്ധത്തിന് പ്രാധാന്യമുണ്ട്, ഈ സൗഹൃദത്തിന് പ്രാധാന്യമുണ്ട്, ഈ സഹകരണത്തിന് പ്രാധാന്യമുണ്ട്. അത്തരം രീതിയിൽ ഈ കൂട്ടായ്മയെ കാണണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ റിപ്പോർട്ട് 1ാം സംഗമത്തിന് ശേഷമുള്ള കാര്യങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ട്രഷറർ രാജീവ് കുമാർ ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ ഈ കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റിയും സാമ്പത്തിക കമ്മിറ്റിയൊക്കെ വലിയ രീതിയിൽ എഫർട്ടാണ്. പ്രിയ കേക്കിയും പ്രോഗ്രാം കമ്മിറ്റി നേതൃത്വത്തിൽ നല്ല ശ്രമത്തിൽ കുറേ പരിപാടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിനും സാമ്പത്തികമാണ്. സാമ്പത്തിക കമ്മിറ്റി ഉദയപ്രകാശിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ ഭംഗിയായി നടത്താൻ വേണ്ടി കഴിഞ്ഞാൽ ഭക്ഷണ കമ്മിറ്റി അയക്കുന്നത് മറ്റെല്ലാ കമ്മിറ്റി അയക്കഴിഞ്ഞാൽ അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ചെറുതെങ്കിലും പ്രൗഢമായ ഈ സദസ്സ് ഈ പരിപാടി ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നതിൽ അധ്യക്ഷത്തിന് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് രാജീവ് കുമാറിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ക്ഷണിക്കുക.